105-ാം സങ്കീർത്തനം 15-ാം തിരുവചനം. ഒന്ന് പറഞ്ഞേ. 105-ാം സങ്കീർത്തനം 105-ാം സങ്കീർത്തനം 15-ാം തിരുവചനം. 15-ാം തിരുവചനം. എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുതെന്ന് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. ഈ അഭിഷിക്തർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഉടമ്പടി പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് പരത്തി വായിക്കേണ്ടി വരും. Those who have taken the covenant prayer, those who are in prayer practice in covenant, they are anointed. ജോജോക്ക് സംഭവിച്ചിരിക്കുന്നത് അതല്ലേ? ജോജോയുടെ ക്യാൻസർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഒറ്റ കാര്യം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയെന്ന്. വേറെ കാര്യമൊന്നുമില്ല. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയപ്പോൾ ആ മനുഷ്യൻ അതനുസരിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലായി. ഉടമ്പടി പ്രകാരം ജീവിതം ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? ദൈവം തൊട്ട്, അതായത് ക്യാൻസറിനോടും പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. അപ്പോഴ് നിനക്കെതിരെ വരുന്ന എല്ലാ തിന്മകൾക്കും ദൈവം അതിർത്തിയും അതിർവരമ്പും നിശ്ചയിച്ചിരിക്കുക. അത്രയും വലിയ സാധ്യതകളാണ് ഉടമ്പടിയിലുള്ളത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സംരക്ഷണം ലഭ്യമാക്കുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിനുശേഷം ഈശോ എന്നാ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ മൂത്ര തടസ്സങ്ങൾ മാറി. അങ്ങനെയാണ് ഈ മനുഷ്യൻ മനസ്സിലാക്കണം അങ്ങനെ സുഖപ്പെട്ടെന്ന്. തുടങ്ങണത് എങ്ങനെയാണ്? മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞതുപോലെയല്ലേ. ഇപ്പോൾ രോഗം ശമിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പേരും പഴയതുപോലെയുള്ള അത്രയും മൂത്രം പുറത്ത് വരാൻ തുടങ്ങി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു യു ആർ ഹീൽഡ് എന്ന് പറഞ്ഞു. അതെന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യസന്ധ ഈ മനുഷ്യൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമേ ചെയ്തിട്ടുള്ളൂ ആത്മാർത്ഥമായിട്ട്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉടമ്പടി അനുസരിച്ചുകൊണ്ട് ജീവിതം പുനഃക്രമീകരിച്ചു, കുറവുകളെ പരിഹരിച്ചു, ദൈവമായിട്ട് നിരപ്പായി കഴിഞ്ഞപ്പോൾ എന്താ പറ്റി? ദൈവം ഈ വാഗ്ദാനങ്ങളെല്ലാം അവന് കൊടുത്തതെല്ലാം പാലിക്കുകയാണ്. വാഗ്ദാനം പാലിക്കണത് ദൈവം ആക്ടിവേറ്റ് ചെയ്തിരിക്കണതാണ്. ദൈവം ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് ഇപ്പോഴെന്നാ പറ്റിയിരിക്കണത്? അതായത് നിത്യതയ്ക്ക് വേണ്ടി നിത്യ കൃപയിൽ ഈ മനുഷ്യനെ വളർത്താൻ വേണ്ടി ദൈവം പെട്ടെന്ന് ചെയ്ത ഒരു പരിപാലന പ്രക്രിയയായിട്ട് മാറി ഇങ്ങൾക്ക് വന്നുപോയ രോഗങ്ങളെല്ലാം. ഇപ്പം എല്ലാ രോഗങ്ങളും നമുക്ക് എന്തെങ്കിലും കുഴപ്പമാണെന്നല്ല പറയണത്. ദൈവത്തോട് നമ്മളെ അടുക്കാനും നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഓഹരി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിപാലനയായിട്ടാണ് ചിലപ്പോൾ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണത്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതെന്താ പ്രശ്നം വെച്ചാൽ ഈ ആന്തരിക അഭിഷേകം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മേലെ അഭിഷേകം ഉടമ്പടി വിധിപ്രകാരം അഭിഷേകം തന്നുകൊണ്ട് അതിൻ്റെ ആദിയും പുകയും തീയും പൊള്ളലും ഒന്നും നമ്മൾ അനുഭവിക്കാതെ ഇങ്ങനെ കൈവെള്ള പൊതിഞ്ഞു കൊണ്ടു നടക്കുന്ന ഒരു അഭിഷേക അനുഭവം. ഇതൊക്കെ പങ്കുവെക്കണത് ആരാണെന്ന് അറിയാവോ? വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു സാക്ഷ്യം ഡോക്ടർ സമേത്തി വർഗീസ്, ബത്തേരിയിൽ നിന്ന് ഡോക്ടർ സമേത്തി വർഗീസിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. എന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അമേരിക്കൻ MBBS ആണ്. അപ്പോൾ അമേരിക്കൻ MBBS വന്നിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പിന്നെ ഈ FMG എക്സാം എഴുതണം. അപ്പോൾ FMG എക്സാം എഴുതുന്ന സമയത്ത് ഒരു വലിയ വിഷമം വന്നു. കാര്യം സാധാരണ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി വരുമ്പോൾ FMG എക്സാം എഴുതുമ്പോൾ 18% അവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പക്ഷേ 5 ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയെല്ലാം പുള്ളി അറ്റൻഡ് ചെയ്ത്. ചിലർക്ക് 6-7 FMG എക്സാം എഴുതിയിട്ടാണ് ഇന്ത്യയിൽ പ്രാക്ടീസ് വാങ്ങിക്കണത്. ഇങ്ങനെയൊക്കെ 5 ക്വസ്റ്റ്യൻ മാത്രമേ മിസ്സായിട്ടുള്ളൂ.
ബാക്കിയെല്ലാം അങ്ങനെ എഴുതി FMG എക്സാമിനെ എഴുതി കഴിഞ്ഞപ്പോൾ ഉടനെ ഭയങ്കര പനിയും കുളിരും വിറവലും ഒക്കെ വന്ന് ഛർദ്ദിച്ച് ഇങ്ങനെ ആശുപത്രി ചെന്നപ്പോൾ ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ലിവറിലെ ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൂളായിട്ട് നിൽക്കാൻ പുള്ളി ഇതൊക്കെ കേട്ടിട്ട്, ഡോക്ടറാണ് ആള്. ഇപ്പം അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് ലിവറിലെ ഫ്ലൂയിഡ് കളക്ട് ആയിട്ടുണ്ടെന്നാണ്. പുള്ളി മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത്. പുള്ളി മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതിന് കാരണം പുള്ളി പറയുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞത്, ഞാൻ FMG എക്സാം എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എക്സാം ആയിരുന്നു. ഏത്? SMG എക്സാമാണ്. അതിൻ്റെ 5 ക്വസ്റ്റ്യൻ എനിക്ക് പോയുള്ളു. 5 ക്വസ്റ്റ്യൻ പോയിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. അതായത് ഇതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ എൻ്റെ ഫ്ലൂയിഡാണ് അതുപോലെ തന്നെ എൻ്റെ കരളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും എനിക്കത് ഫീൽ ചെയ്തില്ല. പിന്നെ ഡോക്ടർ ഇങ്ങനെ എന്താണ് ഡീറ്റെയിൽഡ് കാർഡിയോ മയോപ്പതി എന്ന് പറഞ്ഞു എന്തൊക്കെ ചികിത്സ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ഞാൻ പറയണതേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഡീറ്റെയിൽഡ് അറിയാൻ പാടില്ല. അപ്പം അത് പറയുന്ന ഡോക്ടർ തന്നെ ഈ മനുഷ്യൻ്റെ അബോധാവസ്ഥയിൽ ഡോക്ടർ പറയുന്നുണ്ട്, ഹാർട്ട് പോയിരിക്കുകയാണ്, ഇത് മൊത്തം മാറ്റിവെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഇയാളാക്കി ഈ ഒരു ഭാവവ്യത്യാസമില്ലാതെ പേഷ്യൻ്റ് ഡോക്ടറാണെന്ന് ആ കാർഡിയോളജിസ്റ്റിന് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത്. എന്താ പറയണത്? ലിവർ മാത്രമല്ല ഹാർട്ടും പോയിരിക്കുകയാണ്, ഇത് മാറ്റിവെക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഇങ്ങനെ കൂളായിട്ട് ഡോക്ടറെ നോക്കുകയാണ്. അപ്പം ഡോക്ടർ തിരിച്ചു ചോദിക്കും, നിങ്ങളൊരു ഡോക്ടറല്ലേ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഹാർട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഒരു ഭാവവ്യത്യാസം ഇല്ലാത്തതെന്ന്. അപ്പോഴും ഈ മനുഷ്യൻ്റെ പറയണത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇങ്ങനെയാണെന്ന്. ആന്തരിക അഭിഷേകം, ഒരു മനുഷ്യൻ്റെ ഹാർട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറിനെ കേൾപ്പിച്ച് പറഞ്ഞിട്ട് ഒരു ഭാവവ്യത്യാസമില്ല. എന്നുവെച്ചാൽ എന്താ കാര്യം? മാതാവിൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുക. അമ്മ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി കൃത്യമായിട്ട് എത്തിക്കുമെന്നല്ല, ആന്തരിക ബോധ്യം കിട്ടിയിരിക്കുന്ന ആത്മധൈര്യമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കൊടിയ സമയങ്ങളിൽ ആത്മധൈര്യത്താൽ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഈ ഡോക്ടർ സാംസൺ മാത്യു വർഗീസിൻ്റെ സാക്ഷ്യം അവസാനിക്കാൻ എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഹാർട്ട് മാറ്റി വെക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിച്ചും 90 ദിവസം കഴിയാൻ വേണ്ടി കാത്തിരിക്കും. എന്തിനാണ്? ഒരൊറ്റ പ്രത്യാശയാണ്. എന്താണ്? ഉടമ്പടി പുതുക്കാവില്ലെന്നാണ്. ഒരു ഡോക്ടേഴ്സിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ നിങ്ങളെ? അമേരിക്കയിൽ പഴയൊരു ഡോക്ടറിൻ്റെ സാക്ഷ്യമാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അതെന്ത് സംഭവിച്ചാൽ ആ ഡോക്ടറുടെ ചിന്ത എന്താണ്? ഹാർട്ട് മാറ്റി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ഫീലിംഗ് ഒന്നുമില്ല. അമ്മ ആന്തരിക അഭിഷേകം കൊടുത്തിരിക്കുക, ആത്മത്തിനെ കൊടുത്തിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രത്യാശയുണ്ട്. എന്താണ്? 90 ദിവസം കഴിയുമ്പോഴേ അമ്മയോട് ചെയ്ത ഉടമ്പടി പുതുക്കാമല്ലോ. അപ്പം അതിനു വേണ്ടി ഇങ്ങനെ ദാഹിച്ച് മോഹിച്ച് കാത്തിരിക്കുകയാണ്. എന്താണ്? ഉടമ്പടി പുതുക്കാമല്ലോ. അപ്പം നിങ്ങളാണെങ്കിൽ പറയും, അച്ഛനെ കാണാമല്ലോ എന്ന് പറയും. അവിടെ വെച്ചാണ് എല്ലാം പൊട്ടണത്. ഉടമ്പടി ലക്ഷ്യം അച്ഛനെ ആക്കുമ്പോഴാണ് അമ്മനെയും കാണുക, അച്ഛനെയും കാണാതെ തന്നെയത്. ഉടമ്പടി പുതുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് കടുത്ത ബന്ധങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ വന്ന് ഉടമ്പടി അത്യാഘാതത്തോടെ പുതുക്കും. ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി ഹാർട്ട് മാറ്റിവെക്കും. ഓപ്പറേഷൻ അല്ല, ഹാർട്ട് മാറ്റിവെക്കാൻ പറഞ്ഞ് ഡോക്ടർ വന്നിട്ട് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഹാർട്ടിൻ്റെ പൾസ് റേറ്റ് 18 അത് അമ്മ 34 കൊടുക്കും.
ഇതിൻ്റെ ലെഫ്റ്റ് വെർട്ടിക്കള് ഇടത്തെ ഹൃദയത്തിൻ്റെ അറ പകുതിയെ വർക്ക് ചെയ്യത്തുള്ളായിരുന്നു. അമ്മ അത് അത് മുഴുവനാക്കി കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഹൃദയത്തിൻ്റെ ഇടതേ അറയില്ലേ, അത് പകുതിയെ വർക്ക് ചെയ്യത്തുള്ളായിരുന്നു. ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ആ വാഗ്ദാനം പോലെ തന്നെ അത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലായിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ട, ഒരു ഹാർട്ട് മാറ്റണ്ട. ഇതാ മാറ്റുന്നത് ആരാണ്? അമ്മ തന്നെ ഇതിനും ചെയ്യാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഞാൻ ഒരു ഓണറുടെ സഡൻ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വന്ന ആളില്ല. എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് 84 മുതൽ ധ്യാനിപ്പിക്കാൻ നിൽക്കുന്നയാളാണ്. അമ്മ ഉടമ്പടി തരണത് 2015. പക്ഷേ അതുവരെ ഈ കൃപാസനത്തിൽ തന്നെ എല്ലാ ദിവസവും തന്നെ ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ ആൾ വരികയും നല്ല ധ്യാനവും കൗൺസിലിങ്ങും. ഞാൻ ഈ മരിയൻ തപസ്സം എന്ന് പറഞ്ഞൊരു ധ്യാനം ഉണ്ടായിരുന്നു ഇവിടെ. അതൊരു 1.5 ധ്യാനമാണ്. ഭയങ്കര കഷ്ടപ്പാടാണ് നിർത്തിപ്പോയതാ. അത് ഞാൻ തന്നെ കിടന്ന് അലയണം. അവന് 6 മണിക്ക് കയറിയ രാത്രി 9 മണിക്കാണ് ഇറങ്ങണത്. തീരണ ദിവസമാണെങ്കിൽ രാത്രി 9 മണിക്ക് 6 മണിക്ക് കയറിയിട്ട് ഞാൻ വെളുപ്പിന് 4 മണിക്കാണ് പിന്നെ പോണത്, ആൾക്കാരെല്ലാം കണ്ടു പോണത്. അങ്ങനെയാണ് രോഗമൊക്കെ ആയി പോയത്. വരുത്തി വെച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. ഉറക്കം നിന്നുകൊണ്ട് ഇങ്ങനെ അലഞ്ഞും കെട്ടി ഉണ്ടാക്കിയ. അപ്പം അതുകൊണ്ട് ആ മരിയൻ തപസ് നിർത്തിക്കളഞ്ഞത്. പക്ഷെ അങ്ങനെ ആ മരിയൻ തപസ്സിലും കാണാത്ത രീതിയിലുള്ള അഭിഷേക തലങ്ങളാണ് അമ്മ ഉടമ്പടി തന്നപ്പോൾ വരണത്. നമ്മൾ ഒരിക്കലും ഓരോരുത്തരും കാണാത്ത രീതിയിലുള്ള അനുഭവ സാധ്യതകളാണ് ഉടമ്പടിയിലുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ അഭിഷേക തലം ദൈവം നിൻ്റെ കടം, നിൻ്റെ രോഗം, നിൻ്റെ ജീവിത ദുഃഖം ഏറ്റെടുക്കുന്നത് വരെ ഒരു ടൈമുണ്ട്, നിലനിൽപ്പിൻ്റെ സമയം. ആ നിലനിൽപ്പിൻ്റെ സമയം നീ നിരാശപ്പെട്ട് ജീവിക്കരുത്. മറിച്ച് അവിടെ ആന്തരിക അഭിഷേകത്തിൻ്റെ സാധ്യത സ്കോപ്പുണ്ട്. അത് ദൈവത്തിന് വേണ്ടി അവലംബിച്ച് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങന്റെ ഉടമ്പടി പൂർണ്ണമായി ഏറ്റെടുക്കുന്നവരെ ആ ഇടക്കാലങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും വിഷമതകളെയും അതിജീവിക്കാനുള്ള ആന്തരിക അഭിഷേകം നൽകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. നിന്റെ ഉള്ളിൽ വസിക്കാൻ നിന്റെ ഉള്ളിൽ വസിക്കാവരവേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗ്ഗത്തിലിറങ്ങി നീ വരവേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗ്ഗത്തിലിറങ്ങി നീ വരവേ നിന്റെ ഉള്ളിൽ വസിക്കാവരവേ ആത്മാവേ വരവേ നിന്റെ ഉള്ളിൽ വസിക്കാവരവേ
സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ കേട്ട വചനത്തെ പറ്റി ഞങ്ങൾ ധ്യാനിക്കുന്നു. യേശുവേ, ഉടമ്പടി നിബന്ധനകള് ദൈവസ്നേഹത്തോടെ പാലിച്ച് മാതൃഭൂതരാകുവാൻ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണേ പരിശുദ്ധീകരണേ അഭിഷേകം ചെയ്യണേ അഗ്നിയായ പരിശുദ്ധീകരണേ നിന്റെ ഉള്ളിൽ വസിക്കാവരണേ ആത്മാദൈവമേ വരണേ നിന്റെ ഉള്ളിൽ വസിക്കാവരണേ ഭാരതാന തളർന്നിടുമ്പോ ശക്തിയായ എന്നിൽ നിറഞ്ഞിടണേ ഭാരതാന തളർന്നിടുമ്പോ ശക്തിയായ എന്നിൽ നിറഞ്ഞിടണേ ആത്മാദൈവമേ വരണേ നിന്റെ ഉള്ളിൽ വസിക്കാവരണേ ആത്മാദൈവമേ വരണേ നിന്റെ ഉള്ളിൽ വസിക്കാവരണേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ടെലിവിഷനിലൂടെയും ഉപാസനത്തിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും വിഷയങ്ങളെ എന്റെ ഉള്ളിൽ വസിക്കാവരണേ ആത്മാദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാവരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ആത്മാദൈവമേ വരണേ നിന്റെ ഉള്ളിൽ വസിക്കാവരണേ ആത്മാദൈവമേ നിന്റെ ഉള്ളിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ തിരുസഭയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നോമ്പിന്റെ കാലത്തിനായിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ സഭയെ പുതിയ പുതിയ മിഷൻ മേഖലകൾ വെളിപ്പെടുത്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഭാംഗങ്ങളെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷ മേഖലകളിലും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.